ലഘുനാടകം ഒരു മോഷണകഥ. രചന ശ്രീ പറവൂർ ജോർജ്. ഒരു രംഗം മാത്രമുള്ള ഈ ലഘുനാടകം ആരംഭിക്കുന്നു. നിങ്ങൾ എന്തിരിപ്പായി ഇരിക്കണേ? എന്തെങ്കിലും പണിക്ക് പോക്കൂടെ? എന്റെ ഖദീജ, എന്ത് പണിക്ക് പോകാനാ? എന്താ ചൂട്, കരിഞ്ഞു പോകും. ഈ അരി കൂടി തീർന്നാൽ കുടലും കരിഞ്ഞു തുടങ്ങും. നിന്റെ കയ്യിൽ 2 രൂപയുണ്ടോ? നാളെ തരാം. പിന്നെ ഞാനിവിടെ മരത്തേന്ന് കുലുക്കി പറിക്കുമല്ലേ രൂപ. എന്തിനാ ഇപ്പൊ 2 രൂപ? കാശായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ 2 രൂപ താടി, 2 ബീഡി വാങ്ങട്ടെ. പിന്നെ എന്തു കാര്യമായി പോയി? കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് വീടി വാങ്ങിച്ച് പുകച്ചു കളയാനല്ലേ? എന്റെ അടുത്തെങ്ങും ഇല്ല. എടി ഖദീജ, ഒന്ന് നോക്കടി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതാ. അല്ലേ, കേക്കണ്ടോ? 4 കാശ് കിട്ടും, അത് മുഴുക്കി കള്ളുഷാപ്പിൽ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത എരിച്ചിലല്ലേ. ഇപ്പൊ വീടിക്ക് കാശില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ കരിഞ്ഞിട്ട് കത്തിച്ച് മൂക്കിക്കൊട വലി. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അടുപ്പത്ത് വറകലത്തെ ഗോതമ്പ് കിടക്കണ. പിള്ളേര് സ്കൂളിട്ട് വരാറായി. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ചു മിണുങ്ങും. 1, 2, 9 അല്ലേ? നീ പെറ്റ സന്താനങ്ങളല്ലേ, നിന്നെ തന്നെ തിന്നണം. തിന്നട്ടെ, പെറ്റ ആളെന്നെ പിച്ചിക്കീറി തിന്നട്ടെ. അത് കഴിയുമ്പോ തന്തേരെ പിടിച്ചോളൂ. എന്റെ അല്ലോ, ഇവിടെ എന്റെ ബമ്പർ നിർത്തിയായി പോയല്ലോ. എന്താണ് സെയ്താലി നെഞ്ചത്തടിച്ച് അള്ളാനെ വിളിക്കണേ? എന്റെ അലിയാർക്ക, ഇപ്പൊ കണ്ടത് നന്നായി. ബീഡി ഉണ്ടോ? ഒരെണ്ണം താ. ബീഡിക്കും വന്നപ്പോ റേഷൻ. ഇപ്പൊ ദിവസവും രാവിലെയും വൈകിട്ടും ഒരേ പുകവിടലേ ഉള്ളൂ. ഇനി അതും കൂടി നിർത്താൻ പോവാ. അപ്പൊ ബീഡിയില്ല. നന്നായി ബെഞ്ചിലോട്ട് ഇരി, നമുക്ക് വല്ല തമാശയും പറഞ്ഞിരിക്കാം. തമാശയും പറഞ്ഞിരിക്കാനുള്ള സമയമൊന്നും അല്ല. കടയിൽ സാമാനം എടുത്തൊടുക്കാൻ ആരുമില്ല. നമ്മളൊരു വിവരം അറിയാന്ന് വിചാരിച്ചു വന്നാ. കുട്ടികൾ സ്കൂളിൽ വിട്ടു വന്നാ. അതവിടെ മണിയടിക്കുമ്പോ തൊള്ള ഇവിടെ കേക്കാം. അല്ല, എന്താ വിശേഷിച്ച്? കണക്കെയ്തും കഴിഞ്ഞ നമ്മുടെ പേന നമ്മുടെ പെട്ടിനെ നേരെ വെച്ചോ. പിന്നെ കണക്കെയ്താൻ നോക്കിയപ്പോ പേനയില്ല. വല്ല ചാത്തൻ സേവിയായിരിക്കും. അതെ അതെ, കുട്ടിച്ചാത്തൻ തന്നെ. സെയ്താലിയുടെ മോൾ ആമിന പെട്ടിന്റെ നേരെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവിടെ നിൽക്കുമ്പോയിരിക്കും പേനയ്ക്ക് ഒരു കുഴപ്പമില്ല. പെൺകൊച്ചിക്ക പോയി, ഒപ്പം പേനയും പോയി എന്നാണ് നമ്മുടെ സംശയം. അങ്ങനെ അലിയാർക്കാന്റെ പേനെടുത്ത് വിവരമൊന്നും അവളിവിടെ പറഞ്ഞില്ലല്ലോ. ഒരു അക്ഷാളുടെ തള്ളോട് പറഞ്ഞു കാണും. അവൾ ഉമ്മയും മോളും ഒരു കയ്യ. ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിക്കാലോ. എടി ഖദീജ, ഖദീജ. ഓ, എന്താണ് ഖദീജയ്ക്ക്? എടി, അലിയാർക്കാന്റെ പേന പോയെന്നാ. അതിന് ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ട് ഞാനായിട്ട് പേരെടുത്തോണ്ട് വന്നാ. അതല്ല ഖദീജ. പിന്നെ? എടി, നിന്റെ മോൾ ആമിന എടുത്തിട്ടുണ്ടോന്നൊരു സംശയം, അത്രേ ഉള്ളൂ. ദേ, പോണുണ്ടോ എന്റെ മുമ്പിന്നാ? എന്റെ മോളെടുത്തുന്നോ? അങ്ങനെ കട്ട് കഴിവേട് നടക്കണ മകളെയല്ല ഞാൻ പെറ്റു വളർത്തണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അലിയാർക്ക, പേന എങ്ങും പോയിട്ടില്ല. കുട്ടിയോളല്ലേ, ഒരു തമാശിക്കുന്ന എടുത്തോണ്ടും വരും. ഇക്കണക്കിന് നാളെ തന്റെ പീടിക തന്നെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാ ആദ്യം വന്ന് അന്വേഷണം വിളിയായിരിക്കുമല്ലോ. അപ്പൊ അലിയാർക്ക മാത്രല്ലായിരിക്കും, പിന്നെ ആരാച്ചാരും കൂടെ വരുമോ? പോലീസ് വണ്ടി ഉണ്ടായാലും വരും. മിണ്ടാണ്ടിരിക്കണ്ടോ? എന്നാലും എന്റെ അലിയാർക്ക, എന്റെ മോൾ ആമിന തന്റെ പേരെടുത്തോണ്ട് വന്നു എന്ന് പറയാൻ നാവ് പൊങ്ങിലോ. കടുപ്പം തന്നെ. നമ്മന്റെ ഒരു സംശയമാണ് ഖദീജ. നമ്മളകത്ത് എവിടെയെങ്കിലും വച്ചിട്ടുണ്ടോ നോക്ക. എത്ര പറഞ്ഞാലും താൻ അത് തന്നെ പറയും. തുത്തും തന്നെ മനസ്സിലാക്കാത്തൊരു മാപ്പിള. ഞാനിപ്പോ കൊണ്ടുവന്ന് കാണിച്ചു തരാലോ. ഇതേ നോക്ക, 19 പേനയുടെ നാക്കും മുക്കും തൊണ്ടയും അടുപ്പുമൊക്കെ ഇതിലുണ്ട്. തന്റെ മടി കെട്ടി പേനയുടെ എന്തേലും ഉണ്ടോന്ന് നോക്ക. ഇതിനകത്തില്ല. എന്നാ അവൾ എടുത്തിട്ടില്ല. എന്തേലും എടുത്താ അവൾ ഈ പെട്ടി കൊണ്ടുവന്നിടും. അല്ലടി ഖദീജ, നമ്മുടെ മോൾ 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ. ഇത്രയും പേനയാണ് വരുതേക്കാം. അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു പേനക്കമ്പിയിൽ പോലും ഇത്രയും സാധനങ്ങൾ കാണില്ലല്ലോ. ഓ, വാപ്പാന്റെ കണ്ണ് ഇപ്പളേ തുറന്നുള്ളൂന്ന് തോന്നണു. ഒരു രൂപ മുടക്കി ഇന്നേ വരെ എന്റെ മോക്ക് ഒരു പേര് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, ഒരു റിബൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അതും പോട്ടെ, ഒരു കൺമഷി കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ അവൾ എവിടെന്നെങ്കിലും ഒപ്പിക്കൂന്ന് എനിക്കറിയില്ലേ. അറിയായിരുന്നു അല്ലേ? ആ വിചാരം ഉള്ളിലുള്ളത് കൊണ്ടാ ഇപ്പോഴും അലിയാർക്ക് ആ പാവം കൊച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കണേ.
ഏതായാലും അവള് വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക. അതൊന്നും ചോദിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വസ്തുവും ഇന്നേ അവർ അവളെ എടുത്തിട്ടില്ല. വളർന്നു കിടക്കുന്ന പ്ലാവില കമിഴ്ത്തി വയ്ക്കാത്തവൾ എന്റെ മോള്. ഹലിയാരിക്ക, ആ പറഞ്ഞത് ഉമ്മാടെ സ്വഭാവം തന്നെ. എന്റെ മോളായതുകൊണ്ട് വൽപ്പം പറയണതല്ല. ഇതാ കേട്ടു വലിയാർക്ക, ഈ മനുഷ്യൻ കുടിച്ച് ലക്കില്ലാണ്ട് അവിടെ ഇവിടെയും കാശുകൊണ്ടെന്ന് വെക്കും. എന്റെ മോൾ ആമിന ആരും അറിയാണ്ട് അതിന്ന് 5 10 രൂപ എടുക്കും. എടുക്കും. അതായത് അവൾ ചിമിട്ടും. ആർക്കേക്കണ മുമ്പ് കിടന്ന് പിടയ്ക്കല്ലേ, പറയട്ടെ. പിന്നീട് എനിക്ക് കാശിന് ബുദ്ധിമുട്ട് വരുമ്പോ അത് അവൾ എടുത്തോണ്ട് വന്ന ഇന്നാ ഉമ്മ എന്റെ കയ്യിലുണ്ടുമ്മ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുപോയി തരും. അത്ര മര്യാദക്കാരത്തിയാ. അപ്പ എന്റെ കാശ് കുറെ നിന്റെ കാണൂലോടി. പിന്നെ ഞാനത് സ്വർണ്ണക്കുടുക്കയിൽ ഇട്ടിരിക്കല്ലേ. പടാണേലും കട്ടെടുക്കണ കളവ് തന്നെയല്ലേ ഖദീജ? ഇത് നല്ല പുകില. വാപ്പാന്റെ മുതല മക്കള് കട്ടാ, അത് കളവാണോ? ആർക്കടാണേലും മോഷണം മോഷണം തന്നെ. സ്കൂളിൽ വിട്ട ആള് വരുന്നുണ്ട്, ചോദിച്ചു നോക്ക. പിന്നെ കാര്യമൊക്കെ ശരി. ആവശ്യമില്ലാത്ത കൂനന്റെ ചോദ്യമൊക്കെ ചോദിച്ച് എന്റെ മോളെ വ്യസനം കേട്ടരുതാ. തലമുടി വെട്ടി പനിയും മാറി അത് നന്നായി വരുന്നേ ഉള്ളൂ. നിങ്ങളെന്നാ ചോദിച്ചോളൂ ഖദീജ, നമ്മളും മിണ്ടത്തില്ല. കണ്ട നമ്മന്റെ തലപട്ടം കണ്ടപ്പോ പെൺകൊച്ചിക്കൻ മാറുന്ന മാറ്റം കണ്ട. ഞാനിപ്പോ വിളിച്ചു ചോദിക്കാടാ. എടി ആമിന, ആമിന, നീ എന്താണ് അവിടെ എരുമ വെള്ളത്തിൽ കിടന്ന് പെരുകണ മാതിരി പെരുകണേ? ഇങ്ങോട്ട് വാ മോളെ. നീ അലിയാർക്കാട് പേന എടുത്തോ? പേനയോ? എന്തിനാ? പേന എടുത്തെന്ന് പറഞ്ഞ അലിയാർക്ക് കേസും കൊണ്ട് വന്നേക്കണ. എനിക്കെന്തിനാ ഇയാക്കടെ പേന? എനിക്ക് വേറെ പേന ഉണ്ടല്ലോ. എന്റെ മോക്ക് വേറെ പേനയുണ്ടെന്ന്. ഒരു തമാശക്ക് വേണ്ടി അലായിരിക്കും എന്റെ പേന മോളെടുത്താ? സത്യമായിട്ടും എടുത്തിട്ട്. അങ്ങനെ കണ്ടോണം മൂടിച്ചു കിടക്കണ സ്വഭാവക്കാരിയൊന്നുമല്ല എന്റെ മോള്. എന്റെ സ്വഭാവത്തിന്റെ തനി പകർപ്പാ ഇവള്. അതുകൊണ്ട് അല്ലായിരിക്കും ഇത്രയും തെറിപ്പിച്ചു പറയുന്നത്. എടി നീ പേനെടുത്തോ? പേനെടുത്തോന്ന്? എടി കള്ളേ, നിന്നോട് ചോദിച്ച പേനെടുത്തോന്ന്? കേൾക്കുന്നുണ്ടോ എന്നെ കള്ളീന്ന് വിളിക്കുന്നത്? എന്റെ അല്ലാ, എന്റെ മോളെ വ്യസനപ്പെടുത്തിയേ. അവക്ക് എന്ത് വിളിച്ചാലും അവക്ക് ഇത്ര വിഷമമില്ല. കള്ളീന്ന് വിളിച്ചാ അവൾ സഹിക്കൂല. എന്റെ മോളെ മിണ്ടാണ്ടിരി, ഉമ്മക്കറിയാം മോള് കക്കൂലെന്ന്. ഞാൻ ആർക്കടെ പേരെടുത്തിട്ടില്ല. എന്റെ ഉമ്മയാണ് സത്യം. എന്റെ പൊന്നു മോളെ, ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യല്ലേ. ചിക്കിലാരം വന്നേക്കണോ? അവളെ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്നും പറയണ്ട സീതാലി. പെൺകൊച്ചിക്ക പേന എടുത്തിട്ടില്ലെന്നാ പറയണേ. അതങ്ങോട്ട് പോട്ടെ. പഠിച്ചോ നേരാണെങ്കിൽ നമ്മന്റെ പേന നമുക്ക് കൊണ്ടു തരും. വാ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഒരു ഷെയർ ബീഡി വലിക്കാം. ഇനി എങ്ങാലും ആ പേന നിന്റെ കണ്ട നിന്റെ പുറകെ പിടിക്കും. പറഞ്ഞേക്കാം. ഒരു കുറ്റം അന്വേഷിക്കാൻ വന്നേക്കണോ? അയാൾക്കടെ പേന കിട്ടിയിട്ടുണ്ടോ വിഴ കഴിയാൻ? ഒന്ന് പോടാ മാപ്പിളെ. കള്ള മാപ്പിള നുണയെ പറഞ്ഞിട്ട് വന്നതാമാ. ഈ ഉമ്മാരുടെ അടുത്തല്ലേ കോറെ നടക്കും. മോളെ, നീ ഈ വെഞ്ചാമരൊക്കെ ഒന്ന് മാറിയിട്ടാ അടുക്കളയിലോട്ട് ചെല്ല. അടുപ്പത്ത് വറകലത്തെ ഗോതമ്പ് കിടക്കണ. ഞാൻ ആ അന്തരക്കാടെ പീടികെ ചെന്ന 10 രൂപയുടെ കാശ് ചോദിക്കട്ടെ. എന്തിനാ ഇപ്പൊ കാശ്? സൗജന്യ റേഷൻ വാങ്ങാനാ? അതെന്നെ മേടിച്ചു തിന്നടി. കൊട മേടിച്ചു കൊടുത്ത് കൊടുക്കണം. ഇനി അയാൾക്ക് 10 രൂപ കൂടെ കൊടുക്കാനുണ്ട്. ഉമ്മ, കുറച്ച് കാശ് തന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. ഒരു 10ന്റെ നോട്ട്. എവിടുന്ന് കിട്ടി മോളെ? എന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പെൻസിൽ പെട്ടിയിൽ ഇരുന്നതാ. അയ്യോ, ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞിട്ടില്ല. മോള് കട്ടുന്നില്ലല്ലോ. കാണാതെ എടുത്തതാ. ദേ. അയ്യോ മോളെ, കക്കണ പാപാണ്. ഒടേ തമ്പുരാന്റെ കോപം വരും. ചെല്ല, വിശന്ന് പറഞ്ഞു വരണേയല്ലേ. വറകലത്തേന്ന് 2 ഗോതമ്പ് എടുത്ത് കുറയ്ക്ക. സ്കൂൾ വിടലൊക്കാവുമ്പോ ഓടിയെത്തിയോ? ഉമ്മ വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? ഇവക്കടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ 10 രൂപ കണ്ടില്ല. അടുത്തിരിക്കുന്ന കുട്ടിയുടെ പിന്നെ എന്തൊക്കെ കാണണ്ടാവും? അതല്ല ഇവരാണ് എടുക്കണേ. ഈ അസമയത്ത് ചെറുക്കൻ നുണയം പറഞ്ഞോണ്ട് വന്നതാമാ. സാർമാര് പഠിച്ചോണ്ടി 10
മത്സരിക്കണേ? അവളെ പെറ്റ തന്തയും തള്ളയുണ്ടല്ലോ അല്ലേ? ഞാൻ ആ സാറുമാരെയൊക്കെ ഒന്ന് കാണട്ടെ. അല്ല, കുഞ്ഞാഴ്ചക്ക് എന്തേ നൊലോളിച്ചുകൊണ്ട് വരണം? ഇന്നാരെങ്കിലും കുമ്പിനിടിച്ചിട്ടുണ്ടാകും. എന്നാ ഇടിച്ചവന്റെ പക്ക് വാരി അവന്റെ കയ്യിലുണ്ടാകുകയും ചെയ്യും. എന്താ മോനെ കുഞ്ഞാലി കണ്ണും തിരുമ്പി നൊലോളിച്ചുകൊണ്ട് വരണേ? കണ്ണിനുള്ള കടന്നലും കുത്തിയാ? ഇല്ല. പിന്നെ സാറാട്ട നിന്നെ തല്ലിയോ? ഇല്ല. എന്താണെന്നൊന്ന് തുറന്നു പറയടാ വിണ്ണപ്പാ. എന്റെ കൊട പോയേ. സ്കൂളിൽ വെച്ചാൽ എന്റെ കൊട എടുത്തോണ്ട് പോയേ. എന്റെ അല്ലാ, ഞാൻ എന്താണ് കേക്കണേ? 150 രൂപ കൊടുത്ത പുത്തൻ കൊട കളഞ്ഞെന്നോ? ആരെടുത്തോണ്ട് പോയടാ? എനിക്കറിയാൻ മേലേ. എന്റെ അല്ലാ, 150 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു കല്യാണത്തിനോട് ഞാനൊന്ന് ചൂടി പോയിട്ടില്ലേ? ഇരുട്ടിനേക്കാൾ മുമ്പ് കൊട എത്തിച്ചില്ലെങ്കി നിന്നെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. രൂപ 150. എന്താടി ഇവിടെ ചത്തോട്ടിലും കഷ്ടമല്ലോ. ദേ ഒരുത്ത പുത്തൻ കൊടം കൊഞ്ഞോണ്ട് വന്നിരിക്കണ. എനിക്കൊന്നും കേക്കണ്ടായോ? അത് ശരി, ഇത് ഭദ്രകാളിയിലെ പിശാച് പിടിച്ചെന്ന് പറഞ്ഞാലടി. പുള്ളയുടെ കൊട ആരെയാ എടുത്തേന്ന് കണ്ടാ? ഇല്ല. എന്താ പുള്ളയുടെ കയ്യിലിരിക്കണേ? പേനയല്ലേ? അല്ലാ, ഇത് നമ്മന്റെ പേനയാലോ. പുള്ളക്ക് ഇതാരാ തന്നേ? ഈത്ത തന്നതാ. പോടാ ചെക്ക, നുണ പറയാണ്ട്. നീ അല്ലേടി കള്ളീത്ത സ്കൂളിൽ കൊണ്ടാ പേരാന്ന്? ചെക്കൻ സ്വപ്നം കണ്ടതായിരിക്കും. 50 പൈസയ്ക്ക് മിഠായി വാങ്ങിച്ചു തന്നിട്ടല്ലേടി നീ എനിക്ക് സ്കൂളിൽ കൊണ്ടാ പേരാന്ന്? അല്ലേടി കള്ളീത്ത? പോടാ കള്ള ചെക്ക, മിണ്ടാടിരി. വാപ്പ, ഇന്ന് സ്കൂളിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടോ? ഇവക്കടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ 10 രൂപ എടുത്തോ? ആഹാ, നിന്നോട് അച്ചുവെത്താൻ പാടില്ലല്ലോടി. നീ കുഞ്ഞു രൂപ എടുത്തോ? രൂപ എടുത്തോന്ന്? എടുത്തു. എവിടെ? രൂപ എടുത്തിട്ട് എവിടെ വന്നാ? ഉമ്മാടെ കൈ കൊടുത്തു. ആഹാ, നീയാണോ ഞങ്ങള് ചെയ്താണ്? നിന്നെയാണ് ആദ്യം ശരിപ്പെടുത്താൻ. അടിക്കണ്ട ചെയ്താലി. 2 അടിയോണ്ടൊന്നും നേരാണ് കേസല്ലേ ഇത്. കവിത, നിങ്ങൾ ഈ കുഞ്ഞു മക്കളെ കുറേ കൂടി മര്യാദയ്ക്ക് വളർത്താൻ നോക്ക. ഇവരിങ്ങനെ കട്ടെടുത്ത് കളവ് പറഞ്ഞു നടക്കേണ്ടവരല്ല. ഇങ്ങടെ കൊട പോയപ്പോ ഇങ്ങക്ക് വിഷമമുണ്ടായി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേർ സ്കൂളിൽ ഓരോന്ന് കൊണ്ടുവരണേ. അത് കട്ടെടുത്ത് ഒതുക്കണ ശരിയല്ല. ഇനി എല്ലാവർക്കും ഞാൻ സൂക്ഷിച്ചോളാലിയായിരിക്ക. മോളെ, പഠിച്ചോൻ തന്നിരിക്കണ നാവും ബുദ്ധിയും നല്ലത് പറയാനും നല്ലത് ചെയ്യാനുമാണ്. വന്നതൊക്കെ വന്ന മോളിനി ആരുടെയും ഒന്നും മോട്ടിക്കരുത്. മോഷണം മഹാപാപമാണ്, പഠിച്ചോൻ ശിക്ഷിക്കും. ഇനി ഞാൻ ആരുടെ ഒന്നും കട്ടെടുക്കൂല. മോളെ, നീ തന്നെ ഈ രൂപ സാറുമാരുടെ കൈ കൊണ്ടേ കൊടുക്ക. ഒരബദ്ധം പറ്റിയതാണെന്ന് പറ. ചെല്ല, നീയും കൂടെ കൂടെ പോടാ ബഷീറെ. നീ തന്നെ സാറുമാരുടെ മുഖത്ത് നോക്കിയാ ഞാൻ കരഞ്ഞു പോകും. എന്റെ കുഞ്ഞാലിന്റെ വാപ്പ. അയ്യോ, ആ കണ്ണീരോട് വീത്തണ്ട. നീ ഇവിടെ തന്നെ നില്ല. ഞാൻ പോയി സാറുമാരോട് ഇവരെല്ലാം പറയാം. അതാണ് അതിന്റെ ശരി. നമുക്കെല്ലാവർക്കും കൂടി ഒരു ജാഥയായിട്ട് അങ്ങോട്ട് പോവാം. നടക്ക് പിള്ളാരെ. എന്റെ കൊട പോയേ. 150 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു കല്യാണത്തിലൂടെയാണെന്ന് ചൂടിപ്പോയിട്ടില്ലേ? എന്റെ അല്ലാ, എന്റെ കൊട പോയേ. എന്റെ അല്ലാ, എന്റെ കൊട പോയേ. കൊട പോയെങ്കിൽ പോട്ടെ, എനിക്ക് ഗോതമ്പ് കുറച്ച് തായേ. ഉവടാ, ഞാൻ പേർക്ക് മഞ്ചാടിക്കുരു ഓർത്ത് തരാം. എന്റെ അല്ലാ, എന്റെ കൊട പോയേ. എനിക്ക് ഗോതമ്പ് കുറച്ച് തായേ. എന്റെ അല്ലാ, എന്റെ കൊട പോയേ. എനിക്ക് ഗോതമ്പ് കുറച്ച് തായേ. എന്റെ അല്ലാ, എന്റെ കൊട പോയേ. എനിക്ക് ഗോതമ്പ് കുറച്ച് തായേ.